നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവിധ സൗഭാഗ്യങ്ങളും ചില നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഈ നക്ഷത്രജാതകർക്ക് അതീവ സമ്പൽ സമൃദ്ധിയാണ്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. സ്വന്തമായി ഒരു ഗൃഹം, വാഹനാദി സുഖസൗകര്യങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, വിദ്യ, ജയം, ജോലി എന്നു വേണ്ട സകല സമസ്ത മേഖലകളിലും വിജയം കൊയ്യാൻ സാധ്യമാകുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ ഒരു അവസാനമായിക്കൊണ്ട് ഇവർക്കൊരു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു. ധാരാളം ധനം വന്നു ചേരുന്നു. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വിജയിക്കാൻ സാധ്യമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും നല്ല നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ കടക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ശുക്രൻ കന്നി രാശിയിൽ ഗോചരം ചെയ്യുമ്പോൾ ചില വലിയ മാറ്റങ്ങൾ ചില നക്ഷത്രജാതകരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധി ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ഇത് ചില നക്ഷത്രജാതകരെ സൗഭാഗ്യ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവുമാണ് ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണ നാളുകളിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്താൻ പോകുന്നത്. ഇതുവരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ധാരാളം ധനം ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഇവർക്ക് മാറിക്കിട്ടും. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വരാനുള്ള കാലഘട്ടങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 5 വർഷക്കാലം നിലനിൽക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് ധാരാളം ധനം സമ്പാദിക്കാനും ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ അനായാസം തരണം ചെയ്യുവാനും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുവാനും ഈ നക്ഷത്രജാതകർക്ക് ഈ ഒരു കാലയളവിൽ സാധ്യമാകും. ഈ നക്ഷത്രജാതകർ മഹാവിഷ്ണുവിനെയും അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടി ഭദ്രകാളിയെയും ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നൽകും. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് മാറിക്കിട്ടണമേ എന്ന്. എന്നാൽ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുകയാണ്. ഇവരുടെ കർമ്മ മേഖലയിൽ ഇവർക്ക് ഉയർച്ച വന്നു ചേരുകയാണ്. ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. എല്ലാവരെയും തുണയ്ക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മഹാവിഷ്ണുവും ശത്രുസംഹാരത്തിന് പേരും പ്രശസ്തിയും കേട്ട അമ്മ മഹാമായയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഇവിടെ തുടങ്ങുകയായി. നിങ്ങൾക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും. നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യം വന്നു ചേരും. നിങ്ങളുടെ ജീവിതം പാടെ മാറും. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ വരണമോ ആ നേട്ടങ്ങളൊക്കെയും അത്രയധികം നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കാലം വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ എന്ന് പറയുന്നത് വിശാഖവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർ തന്നെയാണ്. ഇവർക്ക് കർമ്മരംഗത്ത് പുരോഗതിയും ഭാഗ്യപുഷ്ടിയും സാമ്പത്തിക ലാഭവും അനുഭവപ്പെടും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് സമ്പന്നതയിൽ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും. ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി അവർ ഒന്നായിത്തീരും. അവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും. അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള ശ്രമം വിജയിക്കും. അതുപോലെ തന്നെ സിനിമ സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും.
ഒരു വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി വിദേശയാത്ര നടത്തുവാൻ സാധ്യമാകും. ലോട്ടറി ഭാഗ്യം കൊതിക്കുന്നവർക്ക് ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കുന്നു. ധാരാളം ധനം വന്നു ചേരുന്നു. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇനി ആശ്വാസത്തിൻ്റെ നാളുകൾ തന്നെയാണ്, സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയവുമാണ്. ശുക്രൻ്റെ ഈ പകർച്ച ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അതീവ സമൃദ്ധി നൽകും. ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഈശ്വരാധീനം കൊണ്ട് പല രംഗത്തും വിജയിക്കുവാൻ കഴിയും. ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇവരെ ഒരുപാട് വലച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ഇവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ഒരു അദൃശ്യ ശക്തി തന്നെയാകും. ഇവർ വിശ്വസിക്കുന്ന ദൈവം തന്നെയായിരിക്കും ഇനി ഇവരെ ഒരുപാട് രക്ഷപ്പെടുത്തുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളുമൊക്കെ അകന്ന് ഈ നക്ഷത്ര ജാതകർക്ക് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇനി ഒരുപാട് ഉയർച്ചയിൽ എത്തുവാൻ സാധിക്കും. ഇവരുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയും. ഇവർ കാലങ്ങളായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. സർവ്വകാര്യങ്ങളിലും ഇവർക്ക് ലാഭമുണ്ടാകും. ഇവരൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ആ ബിസിനസ്സൊക്കെ വിജയിക്കുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും. പല ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ്. ദുഃഖങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതീവ സമ്പന്നതയിലേക്ക് എത്തുവാൻ കഴിയുന്ന സമയമാണ്. ഇതിൻ്റെ പൂർണ്ണമായ ഒരു ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും അതുപോലെ തന്നെ ജനിച്ച സമയവും ജനിച്ച സ്ഥലവും ഒക്കെ ആവശ്യമാണ്. ജാതക പരിശോധന നടത്തി പൂർണ്ണമായ ഫലമറിഞ്ഞ് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ഇനി വിജയിക്കുവാൻ കഴിയും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. ഇവരുടെ സമൃദ്ധിയുടെ സമയമാണ്. ഇവർക്ക് ഒരുപാട് ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർക്ക് എത്താൻ കഴിയുന്നതാണ്. എന്ത് ചെയ്തിട്ടും പരാജയപ്പെട്ടിട്ടുള്ള ഇവർക്ക് ഇനി പരാജയ ഭീതി ഇവർക്കുണ്ടാകില്ല. ഇവർ ഏത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും ആ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വിജയിക്കുവാൻ, നല്ല നിലയിലെത്തുവാൻ, നല്ല രീതിയിൽ അവസാനിപ്പിക്കുവാൻ ഇവർക്ക് സാധ്യമാകും. അത്രയേറെ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. അർഹമായ അംഗീകാരവും സാമ്പത്തിക വിജയവും ഒക്കെ ഇവരെ തേടി വരുന്നതാണ്. ഇവർ എങ്ങോട്ടും തേടി പോകണ്ട, ഇവരെ തേടി വരും സാമ്പത്തിക വിജയം. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ അന്വേഷിച്ചങ്ങോട്ട് പോകേണ്ട, അവരെ തേടി ഇങ്ങോട്ട് വരുന്ന ഒരു നല്ല സമയം ഈ നക്ഷത്ര ജാതകർക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇവരുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. ഇവരുടെ സാമ്പത്തിക നേട്ടത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ റാങ്കുകളൊക്കെ കിട്ടുവാനും നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിലൊക്കെ അറ്റൻഡ് ചെയ്യുവാനും ആ ഇൻ്റർവ്യൂവിൽ വിജയിക്കുവാനും ഒരു ജോലി കരസ്ഥമാക്കുവാനും ഒക്കെയുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും. നിങ്ങൾ എത്രമാത്രം പരിശ്രമം നടത്തുന്നുവോ ആ പരിശ്രമത്തിൻ്റെ ഒക്കെ ഫലം നിങ്ങൾക്ക് ഈശ്വരനായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. ഉറപ്പായ കാര്യമാണ്. അതുപോലെ കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് ആ കടബാധ്യതകളൊക്കെ മാറ്റിയെടുക്കുവാനും ആ കടബാധ്യതകളിൽ നിന്നുമൊക്കെ മോചിതനാകാനും നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങൾക്ക് നടക്കില്ല എന്ന് നിങ്ങൾ എഴുതി വച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി അതീവ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. കൊതിച്ചതൊക്കെ നേടുവാൻ കഴിയുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ ലോട്ടറി, ഷെയർ മാർക്കറ്റ്, ഇതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു എമൗണ്ട്, നല്ലൊരു തുക നിങ്ങൾക്ക് ലാഭമായി കിട്ടും. നിയമാനുസൃതമായിട്ടുള്ള ലോട്ടറികൾ എടുക്കുക. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം ശ്രമിക്കുക. അല്ലാതെ ചൂതാട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ലോട്ടറിയെയും ഷെയർ മാർക്കറ്റിനെയും തിരഞ്ഞെടുക്കാതിരിക്കുക. ഒരു ലോട്ടറി എടുത്താൽ പോലും അടിക്കേണ്ട സമയമാണ് എങ്കിൽ ആ ഭാഗ്യം നമ്മളെ തേടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ
ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ ശമ്പള വർധനവുണ്ടാകുന്ന സമയമാണ്. നല്ല ബോണസൊക്കെ കിട്ടേണ്ട സമയമാണ്. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ മാറേണ്ട സമയമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയം പൂവണിയേണ്ട സമയമാണ്. വിവാഹത്തിലൊക്കെ അത് കലാശിക്കുന്ന സമയമാണ്. നല്ല വസ്ത്രങ്ങൾ കിട്ടേണ്ട സമയമാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ ഒക്കെ ലഭ്യമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അടുത്ത നക്ഷത്ര ജാതകർ തുലാക്കൂറിലെ ചിത്തിരയും ചോതിയും വിശാഖവുമാണ്. വളരെയധികം സൗഭാഗ്യമുള്ള സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരു ലക്ഷ്മി നാരായണ യോഗം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാൻ പോവുകയാണ്. തുലാക്കൂറിലെ ചിത്തിര ചോതി വിശാഖം ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ഉറക്കക്കുറവൊക്കെ ഉണ്ട്. ടെൻഷൻ ധാരാളം ഉള്ള സമയമാണ്. ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഒരു സൽസന്താന ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ പുത്രഭാഗ്യമാകുവാനുള്ള യോഗമാണ് അത് കൂടുതലും കാണുന്നത്. ഏതായാലും നിങ്ങൾക്ക് കൈവരുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. അതുപോലെ തന്നെ വരവിനനുസരിച്ച് ചിലവുകളൊക്കെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകളിലൂടെ മാനസിക സന്തോഷമൊക്കെ അനുഭവിക്കുവാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ലോട്ടറി ഭാഗ്യമുണ്ട്. വിദേശത്തൊക്കെ പോകുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും. അതുപോലെ സന്തോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കും. നിങ്ങൾക്ക് നടക്കില്ല എന്ന് നിങ്ങൾ വിധിയെഴുതിയ പല സംഭവങ്ങളും നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എത്ര വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങൾക്ക് അവസാനിക്കാൻ പോവുകയാണ്. പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് രക്ഷപ്പെടുവാൻ ഇനി ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാൻ നിങ്ങൾക്ക് കഴിയും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് തുലാക്കൂറുകാർ ചിത്തിര ചോതി വിശാഖം ഇവർ എത്തുന്നത്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. വിദേശ രാജ്യത്തൊക്കെ പോകുവാൻ സാധിക്കും. പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടും. കടബാധ്യതകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കടബാധ്യതകളൊക്കെ ഉള്ളവരെ കാണുകയെങ്കിൽ ആ കടബാധ്യതകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തീർക്കുവാൻ കഴിയും. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിലൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രതിസന്ധികളിൽ ഒരു കാരണവശാലും തളരാതെ മുന്നേറുക. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളാണ്, ഭാഗ്യങ്ങളാണ് നിങ്ങളെ വന്നു ചേരുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ് ഈ ഒരു സമയം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാരാണ്. മകവും പൂരവും ഉത്രവും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു. അമ്മ മഹാമായ എൻ്റെ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളൊരു ഭദ്രകാളി ഭക്തയാണ് എങ്കിൽ അമ്മേ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടായില്ല. ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും. വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്ക് വിദേശത്ത് നിന്ന് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ഇവരുടെ ജോലിയൊക്കെ അഭിവൃദ്ധി പ്രാപിക്കുന്ന സമയമാണ്. പിണക്കങ്ങളൊക്കെ മാറി സുഹൃത്തുക്കളായാലും അത് മറ്റാരാണെങ്കിലും നിങ്ങളോട് അടുത്തു കൂടുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഉചിതമായ മറുപടിയും പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വലിയൊരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട്. അത് അല്പം നിയന്ത്രിക്കുക. ധനപരമായി നേട്ടമുണ്ടാക്കുന്ന സമയമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ധാരാളം ധനം വന്നു ചേരുന്ന, ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ വലിയ നിലയിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്, നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്, നിങ്ങളുടെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.